ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബൈബിളിൽ നിന്നും ചില പൊതുചോദ്യങ്ങളും ചില കുസൃതി ചോദ്യങ്ങളുമാണ്. നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ശുഭ മനു, മുംബൈ. ആദ്യത്തെ ചോദ്യം, തിരുവചനം പരിശോധിക്കുമ്പോൾ ആദി മനുഷ്യൻ മുതൽ ഞാൻ വാണിരുന്നു. ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയാണ് ഞാൻ. ശരീരത്തെയും ആത്മാവിനെയും തമ്മിൽ വേർപെടുത്തുവാനും എനിക്ക് കഴിയും. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം മരണം. റോമാലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം. അടുത്ത ചോദ്യം, മിക്ക വീടുകളിലും എന്നെ ഉപയോഗിക്കാറുണ്ട്. എൻ്റെ ആദ്യ 3 അക്ഷരത്തിൽ ഒരു ജലജീവിയുടെ പേര് കാണാം. ഒരു കൊലപാതകം നടക്കുന്ന സംഭവത്തിൽ ഞാൻ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം പരവതാനി. മത്സ്യം പരവ. വീടുകളിൽ കാണുന്നത് പരവതാനി അഥവാ കാർപ്പറ്റ്. കൊലപാതകം യായൽ സീസറയെ കൊല്ലുന്നതിന് മുൻപ് പരവതാനി കൊണ്ട് മൂടി. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എൻ്റെ ആദ്യ 2 അക്ഷര വാക്ക് അഗ്നിയിൽ കാണുന്നതും അവസാന 2 അക്ഷരം കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ മുഖ്യ പങ്കും വഹിക്കുന്നു. എങ്കിൽ ഞാൻ എന്താണ്? ഉത്തരം പുകത്തൂൺ. ഉത്തമഗീതം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, മൊഴി, സാമർഥ്യം അഥവാ അഴക്, ഈ പദങ്ങൾ ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഉത്തരം വാക്ചാതുര്യം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 17-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവ ഇസ്രയേലിലെ രാജത്വം എന്ത് നിയമത്താലാണ് ദാവീദിനും അവൻ്റെ പുത്രന്മാർക്കും സദാകാലത്തേക്കും നൽകിയിരിക്കുന്നത്? ഉത്തരം ലവണ നിയമത്താൽ. 2 ദിനവൃത്താന്തം 13-ാം അധ്യായം 5-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അധികമുള്ള പദാർത്ഥം നീക്കം ചെയ്യുവാനും മൂർച്ച കൂട്ടുവാനും ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു കൈപ്പണി ആയുധമാണ് ഞാൻ. എങ്കിൽ ഞാൻ എന്താണ്? ഉത്തരം അരം. 1 ശമൂവേൽ 13-ാം അധ്യായം 21-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, വേദപുസ്തകത്തിലെ ആദ്യ മധുര വിഭവം എന്താണ്? ഉത്തരം പായസം. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 29-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, കൈക്കാണം അഥവാ കോഴ വാങ്ങിയ സ്ത്രീ ആരാണ്? വാങ്ങിയത് ആരിൽ നിന്നാണ്? ഉത്തരം സ്ത്രീ ദലീല. വാങ്ങിയത് ഫിലിസ്ത്യ പ്രഭുക്കന്മാരിൽ നിന്നും. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 5-ാം വാക്യം. അടുത്ത ചോദ്യം, മൂടി നീക്കിയ കുഴിമാടത്തോട് ഉപമിച്ച എന്നിൽ പഴയകാല ഒരു അടുക്കള ഉപകരണവും കാണാം. എങ്കിൽ പറയൂ, 4 അക്ഷരമുള്ള ഞാൻ ആരാണ്? ഉത്തരം ആവനാഴി. അടുക്കള ഉപകരണം നാഴി. യിരെമ്യാവിൻ്റെ പ്രവചനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, മരിക്കാൻ പോകുന്നു എന്ന് തോന്നിയപ്പോൾ തൻ്റെ ഉള്ളിലുള്ളത് മുഴുവൻ അറിയിച്ച വ്യക്തി ആരാണ്? ഉത്തരം ശിംശോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 16-ാമത്തെ
വാക്യം. അടുത്ത ചോദ്യം, ജീവപര്യന്തം അതിവേദനയോടെ ഇരിക്കുന്നത് ആരാണ്? ഉത്തരം ദുഷ്ടൻ. ഇയ്യോബിന്റെ പുസ്തകം 15-ാം അധ്യായം 20-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, വ്യസനപരവശനായി തീർന്നത് ആരാണ്? ഉത്തരം ശിംശോൻ. ന്യായാധിപന്മാർ പുസ്തകം 16-ാം അധ്യായം 16-ാം വാക്യം. അടുത്ത ചോദ്യം, രാജാവിൻ്റെ പള്ളിയറക്കാരനായ ആരെ വശത്താക്കിയാണ് സന്ധിക്കായി അപേക്ഷിച്ചത്? ഉത്തരം ബ്ലസ്തോസിനെ. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 20-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനമായി പാടിയ പാട്ട് ഏതാണ്? ഉത്തരം ശൗൽ 1000 കൊന്നു, ദാവീദു 10,000 എന്ന് പാടി. 1 ശമൂവേൽ 18-ാം അധ്യായം 7-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യെരൂശലേമിനെയും അതിലെ ജനത്തെയും എങ്ങനെ സൃഷ്ടിക്കുന്നു എന്നാണ് യെശയ്യാവിൽ പറയുന്നത്? ഉത്തരം ഉല്ലാസപ്രദമായും ആനന്ദപ്രദമായും. യെശയ്യാവിൻ്റെ പ്രവചനം 65-ാം അധ്യായം 18-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എൻ്റെ മരണത്തെപ്പറ്റി ദൈവം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു ശവസംസ്കാരം കിട്ടാതെ അതിദാരുണമായി കൊല്ലപ്പെട്ട ഞാൻ ആരാണ്? ഉത്തരം ഇസബേൽ. 1 രാജാക്കന്മാർ 21-23, 2 രാജാക്കന്മാർ 9-10. അടുത്ത ചോദ്യം, ശലോമോൻ ഉണ്ടാക്കിയ വൻ പരിചയും ചെറുപരിചയും വെച്ചത് എവിടെയാണ്? ഉത്തരം ലെബാനോൻ വനഗ്രഹത്തിൽ. 2 ദിനവൃത്താന്തം 9-ാം അധ്യായം 16-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഞാൻ പോയ സ്ഥലത്ത് എൻ്റെ ഉടപ്പിറപ്പുകൾ വരാതിരിക്കാൻ അബ്രഹാമിനോട് അപേക്ഷിച്ചത് ആരാണ്? ഉത്തരം ധനവാൻ. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 28-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, സക്കായിക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു? ഉത്തരം 760 പേർ. എസ്രയുടെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം, ഇരയില്ലായ്കയാൽ നശിക്കുന്നത് എന്താണ്? ഉത്തരം സിംഹം. ഇയ്യോബിന്റെ പുസ്തകം 4-ാം അധ്യായം 11-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, കല്ലുകളെ തേയുമാറാക്കുന്നത് എന്താണ്? ഉത്തരം വെള്ളം. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 19-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, രക്ഷാവസ്ത്രം ധരിക്കുന്നത് ആരാണ്? ഉത്തരം പുരോഹിതൻ. 2 ദിനവൃത്താന്തം 6-ാം അധ്യായം 41-ാമത്തെ വാക്യം.
അടുത്ത ചോദ്യം, വിചാരണ ചെയ്യാതെ തകർത്ത് കളയുന്നത് ആരെയാണ്? ഉത്തരം ബലശാലികളെ. ഇയ്യോബിന്റെ പുസ്തകം 34 അധ്യായം 24 വാക്യം. അടുത്ത ചോദ്യം, അന്യായരേഖ എഴുതിയത് ആരാണ്? ഉത്തരം പ്രതിയോഗി. ഇയ്യോബിന്റെ പുസ്തകം 31 അധ്യായം 35 വാക്യം. അടുത്ത ചോദ്യം, വീട്ടിൻ മുകളിൽ നിന്ന് വല്ലവനും വീണിട്ട് വീട്ടിന്മേൽ രക്തപാതകം വരാതിരിക്കേണ്ടതിന് ഉണ്ടാക്കേണ്ടത് എന്താണ്? ഉത്തരം കൈമതിൽ. ആവർത്തന പുസ്തകം 22 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം, മധ്യാഹ്നത്തേക്കാൾ പ്രകാശിക്കുന്നത് എന്താണ്? ഉത്തരം ആയുസ്. ഇയ്യോബിന്റെ പുസ്തകം 11 അധ്യായം 17 വാക്യം. അടുത്ത ചോദ്യം, കൃഷിയുള്ള എല്ലാ പട്ടണങ്ങളിലും ദശാംശം ശേഖരിക്കുന്നത് ആരാണ്? ഉത്തരം ലേവ്യർ. നെഹമ്യാവിന്റെ പുസ്തകം 10 അധ്യായം 37 വാക്യം. അടുത്ത ചോദ്യം, ക്രിസ്തുവിൽ എത്ര ഗുരുക്കന്മാർ ഉണ്ടെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം 10,000. 1 കൊരിന്ത്യർ 4 അധ്യായം 15 വാക്യം. അടുത്ത ചോദ്യം, തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നത് ആർക്കാണ്? ഉത്തരം അനാഥന്. ഹോശേയുടെ പ്രവചനം 14 അധ്യായം 3 വാക്യം. അടുത്ത ചോദ്യം, സ്നേഹിതൻ ദയ കാണിക്കേണ്ടത് ആരോടാണ്? ഉത്തരം ദുഃഖിതനോട്. ഇയ്യോബിന്റെ പുസ്തകം 6 അധ്യായം 14 വാക്യം. ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക.